നിയമസഭ കലക്കിയിട്ട് എന്ത് നേട്ടം? ഇത്രയേ ഉള്ളൂ ചോദ്യം. നിയമസഭ ഇത് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് സമാധാനം പറയേണ്ടത് നിയമസഭയിലില്ലേ? എന്നാൽ എന്താ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാഞ്ഞത്? അല്ല, ഞങ്ങൾ അടിയന്തര പ്രമേയമല്ലല്ലോ, ഞങ്ങൾക്ക് ഈ വിഷയം സഭ ഞങ്ങൾക്ക് അല്ല അടിയന്തര പ്രമേയത്തിന് ചർച്ച. ഇപ്പൊ ഞങ്ങൾ 40 42 അംഗങ്ങൾ ഇരിക്കുന്നിടത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം അപ്പുറത്ത് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ചർച്ചകൾ നടക്കത്തില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ഗവൺമെന്റിന് മുമ്പാകെ എല്ലാ കാലവും അങ്ങനല്ലേ? എന്താണ് സേനാപതി പറയുന്നത്? എല്ലാ കാലവും കുറഞ്ഞ അംഗബലം ഉള്ളത് കൊണ്ടാണ് പ്രതിപക്ഷമാകുന്നത്. പണ്ട് കെ കരുണാകരൻ്റെ കൂടെ 9 ആളുകളെ നിയമസഭയിൽ ഉണ്ടായിരുന്നുള്ളൂ, ഓർമ്മയില്ലേ? അന്ന് അടിയന്തര പ്രമേയം കൊടുക്കാതിരുന്നോ? ഞങ്ങൾ 9 പേരേ ഉള്ളൂ, അതുകൊണ്ട് അടിയന്തര പ്രമേയം കൊടുക്കാതിരുന്നോ? പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്നേ, പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്നേ. നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനുള്ളിൽ ഈ സർക്കാരിനെ നിങ്ങൾക്ക് തുറന്നു കാട്ടാമല്ലോ. അത് ലൈവായി ജനങ്ങൾ കാണുമല്ലോ. അയ്യപ്പന്റെ ഭയമാണ്, അതിന്റെ പേര് ഭയം എന്നല്ലേ? പോയിട്ടുള്ളവരല്ല, അതുകൊണ്ട് അന്ന് ആ വിഷയം ഉയർത്തേണ്ടി വന്നില്ല. ഇന്ന് ഞങ്ങൾ ഈ വിഷയം ഉയർത്തുന്നത് അങ്ങനെയാണോ സേനാപതി? നോ, താങ്കൾ പറഞ്ഞതാണ് ഞങ്ങൾ പ്രതിപക്ഷത്ത് ആള് കുറവായതുകൊണ്ട് മിനിറ്റ് കുറച്ചേ കിട്ടൂ, അതുകൊണ്ട് ഇതെന്ത് വിചിത്രവാദം? എല്ലാ കാലത്തും പ്രതിപക്ഷത്ത് അംഗബലം കുറവ്, അതുകൊണ്ടാണ് പ്രതിപക്ഷമാകുന്നത്. അപ്പോഴും അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കെ കരുണാകരനും 9 അംഗങ്ങളും മാത്രം കേരള നിയമസഭയിൽ പ്രതിപക്ഷമായിട്ട് ഇരുന്നിട്ടുണ്ട്. അവർ അടിയന്തര പ്രമേയം കൊണ്ടുവരാതിരുന്നോ? ഇങ്ങനെ ആള് കുറവാണ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ പേരാണ് ഭയം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ഇപ്പൊ അടിയന്തര പ്രമേയമല്ല, മറ്റ് മാർഗങ്ങളുണ്ടല്ലോ. വേറെ എന്ത് മാർഗം? അത് വളരെ കറക്റ്റ് ആണ്. വേറെന്താണ് മാർഗം? അവിടെ ഇരുന്ന് പാരടി പാടുന്നതാണോ മാർഗം? നിയമസഭാ ചട്ടങ്ങളിൽ അത് പറയുന്നുണ്ടോ? സേനാപതി അടിയന്തര പ്രമേയം അല്ലെങ്കിൽ പിന്നെ എന്താണ് മാർഗം? ചോദ്യോത്തരവേള, ഓരോ മണ്ഡലത്തിന്റെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരമടക്കം നിഷേധിച്ചുകൊണ്ട് ചോദ്യോത്തരവേള സംഭിപ്പിക്കുന്നു. അടിയന്തര പ്രമേയം എന്ന് പറയുന്ന അടുത്ത അവസരം ഉപയോഗിക്കുന്നില്ല. പിന്നീട് അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചും പാരടി പാടിയും സഭാ നടപടികളെ തടസ്സപ്പെടുന്നു. ഇതാണോ സഭാ രീതി എന്ന് പറയുന്നത്? അല്ലല്ലോ. പ്രത്യേകിച്ച് ഈ കേസിൽ ഹൈക്കോടതി കൃത്യം ഡയറക്ഷൻ തന്നിരിക്കുന്നു. ആ അന്വേഷണത്തെ സംശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യത്തിലും കൃത്യമായി വ്യക്തത വരുമ്പോൾ അത് മാനിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ മാന്യമായ ഉത്തരവാദിത്വമായിരുന്നില്ലേ? അത് ഇന്നുവരെ ചെയ്തിട്ടില്ല. ശരി, പറഞ്ഞു. ഞങ്ങൾ സഭയിൽ ഇത് ഉന്നയിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഹൈക്കോടതി SIT നിയമിക്കുകയും SIT ഹൈക്കോടതിയുടെ എന്താ പറഞ്ഞ മേൽനോട്ടത്തിൽ എന്നുള്ളതേ ഉള്ളൂ. SIT നിയന്ത്രിക്കുന്നതും തെറ്റ്. സർ നോക്കൂ, സാർ അഭിഭാഷകനാണല്ലോ. ഹൈക്കോടതി ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കം തന്ത്രി സമാജവും മറ്റോ ചെല്ലുന്നു, വിശ്വ ഹിന്ദു പരിഷത്തും ഹർജി കൊടുക്കുന്നു. കോടതി പറയുന്നത് എന്താണ്? ഈ കേസിൽ ഒന്നും CBIയുടെ ആവശ്യമില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് സർ ഈ കേസിൽ മേൽനോട്ടം ഹൈക്കോടതിക്ക്? അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ ഈ ഡിവിഷൻ ബെഞ്ച് നിയോഗിച്ച അന്വേഷണ സംഘം. അതിലേക്ക് പുതിയ ആളുകളെ പോലും ഉൾപ്പെടുത്തിയത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിച്ചിട്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോകുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിലേക്കല്ല, സംസ്ഥാന സർക്കാരിലേക്കല്ല, പോകുന്നത് ഹൈക്കോടതിയിലേക്ക്. ഹൈക്കോടതിയും ഈ അന്വേഷണ സംഘവും മാത്രമാണ് ഈ അന്വേഷണ പുരോഗതി അറിയുന്നത്. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പോലും അഭിപ്രായം തേടാതെ കോടതിക്ക് പറയാം. കോടതി അതാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, എൻ്റെ ചോദ്യം, ഈ SIT എന്ന് പറയുന്ന അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നതാര്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ചലഞ്ച് ചെയ്യുന്നു താങ്കളെ. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ, ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ എന്ത് തരം? താങ്കളെ പോലെ ഒരു അഭിഭാഷകനായ പൊതുപ്രവർത്തകൻ കേരള ഹൈക്കോടതി വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടും ഇങ്ങനൊരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കോടതി അവഹേളിക്കലാണ്. കോടതി കൃത്യമായി ഇന്നലെ പറഞ്ഞതാണ്. ശരിയല്ല ഇത്.